പ്രിയപ്പെട്ടവരെ, ഇന്ന് അത്തമാണ്. ചിങ്ങമാസത്തിലെ അത്തം ഓണത്തിൻ്റെ തുടക്കമാണ് എന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. അത്തം കറുത്താൽ ഓണം വെളുക്കും എന്നാണ്. അത്തം കറക്കുമോ ഓണം വെളുക്കുമോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. അതൊക്കെ കാലാവസ്ഥാ പ്രവാചകന്മാർക്ക് വിട്ടുകൊടുക്കുന്നതാണ് ഭംഗി. മാത്രമല്ല, പഴയ പോലെയല്ല, ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനമൊക്കെ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന കാലവുമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതായ ഈ നല്ല ദിവസം ഞാനിവിടെ പറയാൻ വന്നത് അത്തത്തെക്കുറിച്ചും മഹാബലിയെക്കുറിച്ചും മാത്രമല്ല, മഹാബലിക്ക് തുല്യനായ മറ്റൊരു മഹാമനുഷ്യനെക്കുറിച്ചും കൂടിയാണ്. അത്തമാണത്തമാണി ദിനത്തിൽ അത്തലിംഗാലയം വിട്ടുപോണം എന്നാണ് കവിത. അങ്ങനെയുള്ളതായ ഈ നല്ല ദിവസം നമ്മൾ മഹാബലിക്ക് തുല്യനായ എല്ലാവർക്കും അഭീഷ്ടപ്രദായകനായ ഒരു മഹാമനുഷ്യനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതാരാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പരശുരാമൻ മടുപറിഞ്ഞ് കേരളം സൃഷ്ടിച്ചതിന് ശേഷം കേരളം കണ്ട ഏറ്റവും ദാനശീലനായ മനുഷ്യൻ മഹാബലിയായിരുന്നു. മഹാബലി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അലി മുതലാളിയാണ്. യൂസഫ് അലി മുതലാളി, ലുലു ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹം ഇങ്ങനെ ദാനൈക തൽപരനാണ്. ആര് ചോദിച്ചാലും കൊടുക്കും, ചോദിക്കാതെ കൊടുക്കും. ആരെങ്കിലും സഹകരണ ബാങ്കിലെ വായ്പ കുടിശ്ശികയെന്ന് അറിഞ്ഞാൽ മുതലാളിയുടെ ഹൃദയം തപിക്കും. മുതലാളി വിങ്ങിക്കരയും. മുതലാളി അപ്പോൾ തന്നെ അവൻ്റെ വായ്പ അടച്ചു തീർക്കും. അതുപോലെ ആരെങ്കിലും കഷ്ടത അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പുള്ളി പൊട്ടിക്കരയും. ഈ പുനലൂർ സോമരാജൻ്റെ ഗാന്ധി ഭവനൊക്കെ പുള്ളി എത്ര രൂപയാണ്, എത്ര കോടി രൂപയാണ് കൊടുത്തതെന്ന് ഗാന്ധി ഭവന് ചിലപ്പോൾ അറിയായിരിക്കും, മുതലാളിക്കറിയില്ല. അങ്ങനെ ദാനൈക തൽപരനായ, പ്രജാക്ഷേമൈക തൽപരനായ ഒരു മുതലാളി ഈ ലോകത്തുണ്ടെങ്കിൽ, ഈ ഭൂമി മലയാളത്തിലുണ്ടെങ്കിൽ അത് അലി മുതലാളിയാണ്. അലി മുതലാളി പലപ്പോഴും ഭൂമി മലയാളത്തിലായിരിക്കില്ല, പുള്ളി അബുദാബിയിലായിരിക്കും. അബുദാബി എന്ന് പറഞ്ഞാൽ തന്നെ മലയാളത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അവിടെ അറബികളെക്കാൾ കൂടുതൽ മലയാളികളുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ അബുദാബിയെ മലയാള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായിട്ടും നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെയുള്ളതായ മുതലാളി കൊച്ചിയിലൊരു മാൾ ആരംഭിച്ചു, അത് വലിയ വിജയമായി. പിന്നെ തിരുവനന്തപുരത്ത് ആരംഭിച്ചു, അതും വിജയമായി. പുള്ളി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആരംഭിച്ചു. അതിനുമുമ്പ് UAE പല സ്ഥലത്തും തുടങ്ങി. അദ്ദേഹം ടാങ്കനിക്കയിൽ തുടങ്ങി, സാൻസിബാറിൽ തുടങ്ങി, മഡഗാസ്കറിൽ തുടങ്ങി, പിന്നെ കോലാലംപൂരിൽ തുടങ്ങി, ജക്കാർത്തയിൽ തുടങ്ങി, മലേഷ്യയിലും ഇന്തോനേഷ്യയിലൊക്കെ പല സ്ഥലത്തും തുടങ്ങി. അതിൽ ഈ മലേഷ്യ ഇന്തോനേഷ്യയിലൊക്കെ തുടങ്ങിയത് അത്ര വ്യാപാര വിജയം നേടാത്തതുകൊണ്ട് എന്തോ പൂട്ടിപ്പോയി. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്, കൊച്ചിയിലും തിരുവനന്തപുരത്തെ അടക്കം. അപ്പോൾ ഇദ്ദേഹം ജന്മനാടായ തൃശ്ശൂർ, അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരനാണ്. തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളിക്കടുത്ത് നാട്ടിക ഭാഗത്ത് എവിടെയാണോ അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജന്മനാടായ തൃശ്ശൂർ ജില്ലയിൽ ഒരു മാൾ തുടങ്ങണം എന്നാലോചിച്ചു. മാത്രമല്ല, ബഹുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ വരുന്നത്. മുതലാളി, ഒരു മാളില്ലാതെ ഞങ്ങളാകെ വിഷമിക്കുകയാണ്. ഇവിടെ ഒരു മാൾ ഉടനെ തുടങ്ങും. റേഷൻ കട ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ജീവിക്കാം. പോലീസ് സ്റ്റേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ താലൂക്ക് ഓഫീസില്ലെങ്കിലും വില്ലേജ് ഓഫീസില്ലെങ്കിലും മനുഷ്യർക്ക് സഹിക്കാം. പക്ഷേ മാളില്ലാതെ മനുഷ്യൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ട മുതലാളി അലി മുതലാളി, മഹാബലിയുടെ അവതാരമായി അങ്ങ് ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു മാൾ ആരംഭിക്കും. തൃശ്ശൂരിൽ ഒരു മാളില്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടുകയാണ് എന്ന് പറഞ്ഞു. മുതലാളി ഉടനെ തന്നെ ദാനിക തൽപരനാണ്, ഒരു മാൾ തുടങ്ങി നാട്ടുകാരെ സഹായിക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് ചില കുബുദ്ധികൾ, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ ഇദ്ദേഹത്തിൻ്റെ മാളിന് ടാങ്ക് വെച്ചു എന്നാണ് പുള്ളി പറയുന്നത്. സംഗതി ശരിയുമാണ്. പുള്ളി മാൾ ഉണ്ടാക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അത് സമീപകാലം വരെ പുഞ്ചപ്പാടമായിരുന്നു. അതായത് നെൽവയൽ, നമ്മുടെ മുല്ലക്കര രത്നാകരൻ ഉണ്ടാക്കിയത്. മുല്ലക്കര രത്നാകരൻ്റെ താല്പര്യപ്രകാരം KP രാജേന്ദ്രൻ ഉണ്ടാക്കിയ വിഖ്യാതമായ നെൽവയൽ തണ്ണീർത്തട നിയമമുണ്ട്. ആ നിയമപ്രകാരം ഇദ്ദേഹത്തിന് ഈ സ്ഥലം നികത്താനോ അവിടെ മാൾ പണിയാനോ ചില സാങ്കേതിക തടസ്സമുണ്ട്. കളക്ടറുടെ റിപ്പോർട്ട് പുള്ളിക്കെതിരാണ്. പക്ഷേ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കാർ അദ്ദേഹത്തിന് മാൾ കൊടുക്കാൻ അനുവാദം നൽകുമെന്ന ഘട്ടം വന്നപ്പോൾ നാട്ടികയിലോ മറ്റോ ഉള്ള ഒരു CPIക്കാരൻ ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പെറ്റീഷണർ അത്ര കേമപ്പെട്ട ആളല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വക്കീൽ അതിഭയങ്കരമാണ്. അത് നമ്മുടെ ഇരിങ്ങാലക്കുട തമ്പാൻ വക്കീലിൻ്റെ മകൻ രഞ്ജിത്ത് തമ്പാൻ, അയാൾ CPIക്കാരൻ, നേരത്തെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിരുന്നു. മുഖേന ഒരു പെറ്റീഷൻ കൊടുക്കുകയും മുതലാളിയുടെ മാള് പണി ആപ്പ് വയ്ച്ചു. മാള് പണിയണ്ട, ഉടനെ പണിയണ്ട എന്ന് പറഞ്ഞ് ഹൈക്കോടതി സ്റ്റേ കൊടുത്തു. അങ്ങനെ മാള് പണിയാതെ കിടക്കുകയാണ്. അതിനിടയ്ക്ക് മുതലാളിയുടെ എതിർ ഗ്രൂപ്പുകാർ, അവർ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഇതുപോലത്തെ തന്നെ ആക്രി കച്ചവടക്കാരാണ്. അവർ ഇതിൻ്റെ തൊട്ടടുത്ത് വന്ന് പുതിയൊരു കച്ചവട സ്ഥാപനം തുടങ്ങുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിട്ട് ഹർജി വാദം കേട്ടു. ജഡ്ജി വിധി എഴുതാൻ മാറ്റിയിരിക്കുകയാണ്, വിധി വന്നിട്ടില്ല. അപ്പോഴാണ് പുള്ളി ഈ ഹൃദയ ദുഃഖം മൈക്കിൻ്റെ മുമ്പിൽ തുറന്നു പറഞ്ഞു, ഞാൻ ഈ തൃശ്ശൂർക്കാരെ നന്നാക്കാൻ വേണ്ടി
അവരുടെ ആഗ്രഹം മാനിച്ച് ഒരു മാൾ തുടങ്ങാൻ ഉദ്ദേശിച്ചു. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ അതിന് വില വെച്ചു, അതിന് ടാഗ് വെച്ചു. അത് കേട്ടപ്പോൾ പലരും പല പാർട്ടികളും തെറ്റിദ്ധരിച്ചു. CPM-കാർ ആരും തെറ്റിദ്ധരിച്ചില്ല. കാരണം അവരൊരിക്കലും ഇങ്ങനെയുള്ള വികസന പ്രവർത്തനത്തിന് അള്ളു വയ്ക്കുന്നവരല്ല. അവർ സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവർ കൂട്ടിച്ചാൽ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ 5 സെൻറ്റ് നികത്തി വീട് വയ്ക്കാൻ കുടിൽ വയ്ക്കാനായിട്ട് അനുവാദം ചോദിക്കുകയാണെങ്കിൽ അവർ പൂട്ടിച്ചാൽ. പക്ഷേ മുതലാളിയുടെ മാളിൽ അള്ളു വയ്ക്കാൻ പാകത്തിലുള്ള CPM-കാരൊന്നും തൃശ്ശൂരും ഇല്ല, കേരള സംസ്ഥാനത്തും ഇല്ല. മാത്രമല്ല അലി മുതലാളിക്ക് അള്ളു വയ്ക്കാനായിട്ട് വിജയൻ സഖാവ് സമ്മതിക്കുകയില്ല, രാജ്യവും സമ്മതിക്കില്ല. അപ്പോൾ അവരെല്ലാം എന്നുള്ള എല്ലാവർക്കും മനസ്സിലായി. കോൺഗ്രസ്സുകാരാവാനും സാധ്യതയില്ല. കാരണം അവർ ടൂത്തിരി മേടിക്കുന്നതിൻ്റെ ആശാന്മാരാണ്. അലി മുതലാളി 5 രൂപ പൊക്കി കാണിച്ച് ഇവർ പഞ്ചപുച്ച മടക്കി 2 മുണ്ട് അരയിൽ കെട്ടി വാക്കയും പൊത്തി നിൽക്കും. അപ്പോൾ അവരാവാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ BJP-കാരാവാൻ സാധ്യതയുള്ളൂ. അത് മുതലാളി മുസൽമാനാണല്ലോ, അദ്ദേഹത്തിൻ്റെ കച്ചവടം പൂട്ടിക്കാനായിട്ട് ഈ BJP-കാർ വന്നായിരിക്കും എന്ന് എല്ലാവരും വിചാരിച്ചു. കുറേ പേരെങ്കിലും തെറ്റിദ്ധരിച്ചു. എനിക്കറിയായിരുന്നു ഇതിൻ്റെ പുറകിൽ CPI-കാരാണ്. മാത്രമല്ല റവന്യൂ വകുപ്പ് ഭരിക്കുന്ന CPI-കാർ. CPI-യുടെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറഞ്ഞാൽ ബിനോയ് വിശ്വമാണ്. അദ്ദേഹം ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ആളാണ്. മാത്രമല്ല പുള്ളി വനം മന്ത്രിയായിരുന്ന കാലത്ത് ഇങ്ങനെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചില കവിതകൾ പോലും എഴുതിയിട്ടുള്ളതാണ്. കേരളത്തിൽ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ കവി ആയിട്ടുള്ള ഒരാൾ ബിനോയിയാണ്. പിന്നെ ഒരാൾ നമ്മുടെ G. സുധാകരനാണ്. അപ്പോൾ അങ്ങനെ ലൈം ലൈറ്റിൽ കവിയായിട്ട് നിൽക്കുന്ന ഒരാളിപ്പോൾ ബിനോയ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനാണെങ്കിൽ പ്രകൃതിയോട് ഭയങ്കര സ്നേഹമാണ്. പ്രകൃതി സ്നേഹത്തെ തുടർന്ന് കവിതകൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, കഥാപ്രസംഗം എഴുതാൻ തയ്യാറാണ്. പിന്നെ അതിരപ്പള്ളി പദ്ധതിക്ക് അള്ളു വെച്ചത് ബിനോയ് വിശ്വമാണ്, ജയറാം രമേശ് മുഖേന. അങ്ങനെയുള്ള ബിനോയ് വിശ്വത്തിൻ്റെ അനുഗ്രഹാശിസ്സുള്ള അല്ലോ എന്ന് നമുക്കറിയില്ല. ഈ പരാതിക്കാരൻ ഹർജിക്കാരൻ പറയുന്നത് ഞാൻ പാർട്ടിയുടെ അഭിപ്രായപ്രകാരമല്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുത്തു. ആ റിട്ട് ആണിലിപ്പോൾ സ്റ്റേ വന്നിട്ടുള്ളത്. അലി മുതലാളി ലോകത്തിലെ എല്ലാ നിയമങ്ങളും ലംഘിച്ചിട്ടാണ് ഇവിടെ മാള് പണിയാൻ പോകുന്നത് എന്നാണ്. ആ വാർത്ത അലി മുതലാളിയുടെ പ്രസംഗം കേട്ട് കേരളം മുഴുവൻ ഞെട്ടിത്തരിച്ചു പോയി. ആരാണ് ഈ പാർട്ടി, ഏതാണ് ഈ പാർട്ടി എന്നറിയാൻ വേണ്ടിയിട്ട് നെട്ടോട്ടവും കുറിയോട്ടും ഓടി. അപ്പോഴാണ് CPI-കാരാണെന്ന് മനസ്സിലായത്. അതിനെ തുടർന്ന് ഹർജിക്കാരനെ ഇവർ കണ്ടെത്തി. ഹർജിക്കാരൻ പറഞ്ഞത് ഞാനാണ് നേരത്തെ കുവൈറ്റ് ചാണ്ടിക്ക് അള്ളു വെച്ചത്, എൻ്റെ അള്ളു കാരണമാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം പോയത്. ആര് എവിടെ വയൽ കത്തിയാലും ആര് സർക്കാരിൻ്റെ സ്ഥലം കൈയേറിയാലും ഞാൻ അതിനെ എതിർക്കും, ഞാൻ പൂട്ടിക്കും എന്നാണ് ഹർജിക്കാരൻ പറഞ്ഞത്. നമുക്കറിയില്ല ഇപ്പോൾ ആര് പൂട്ടും ആരെ പൂട്ടുമെന്ന് അറിയില്ല. ഏതായാലും ഇത് മറുനാടൻ ഷാജൻ നേരത്തെ റിപ്പോർട്ട് ചെയ്ത വാർത്ത കേട്ടോ. ഈ മുതലാളി നെൽവയൽ നികത്തി നെൽവയൽ തണ്ണീർത്തട നിയമം ലംഘിച്ച് മാള് പണിയാൻ പോകുന്നുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല. മാത്രമല്ല മറുനാടൻ മലയാളികളുടെ റിപ്പോർട്ടർക്കെതിരായിട്ട് പോലീസ് ക്രിമിനൽ കേസ് ചാർജ് ചെയ്തു. ഇവൻ അവിടെ നിന്ന് ഏതാണ്ട് സ്ഥാനം ഓട്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചു എന്ന മറ്റാണ് അദ്ദേഹത്തിനെതിരായിട്ട് ചുമത്തിയിട്ടുള്ള കുറ്റം. അതൊന്നും നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞത് ഈ അത്തച്ചമയത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം യൂസഫ് അലി മുതലാളിയെ പോലെ കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരാൾ കയ്യിലെ കാശ് മുടക്കി സ്ഥലം വാങ്ങിച്ച് ആ വയൽ നികത്തി നിയമാനുസൃതം ഒരു കെട്ടിടം പണിഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ആ വികസന പരിപാടിക്ക് അള്ളു വയ്ക്കുന്നത് CPI എന്ന് പറഞ്ഞ പാർട്ടിയുടെ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഫുൾ സ്റ്റോപ്പിൻ്റെ പാരമ്പര്യത്തിനും പൈതൃകത്തിനും നിരക്കുന്ന ഒരു കാര്യമാണോ എന്ന കാര്യം പാർട്ടിയുടെ നേതാക്കന്മാർ ആലോചിക്കണം. ബിനോയ് വിശ്വ അടക്കം, മന്ത്രി രാജനടക്കം, മന്ത്രി പ്രസാദ് അടക്കം, PP സുനീർ അടക്കമുള്ള നേതൃത്വം ഒന്നുകൂടി ആലോചിക്കണം. ഇനി അത് തെറ്റാണെങ്കിൽ, അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം, തെറ്റാണെങ്കിൽ അത് തിരുത്താൻ വേണ്ട നടപടി സ്വീകരിക്കണം. ഇനിയിപ്പോൾ പാർട്ടി പറഞ്ഞാൽ മൂന്നും കേൾക്കുമോ എന്നുള്ള വേറെ കാര്യമാണ്. എങ്കിൽ പോലും പാർട്ടിക്ക് ഈ കാര്യത്തിൽ ധാർമ്മികവും നെയ്യാമികവുമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. മാത്രവുമല്ല ഇത് ഈ വികസനത്തിന് അള്ളുവയ്ക്കുക എന്നുള്ളത് നമ്മുടെ നയത്തിൻ്റെ ഭാഗമല്ല, പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതാണ്. നിയമം ഉണ്ടാക്കിയത് സഖാവ് ബിനോയ് വിശ്വം വനം മന്ത്രി, സഖാവ് മുല്ലക്കര രത്നാകരൻ കൃഷിമന്ത്രി, സർവോപരി സഖാവ് KP രാജേന്ദ്രൻ റവന്യൂ മന്ത്രിയുമായിരുന്ന കാലത്താണ്. പക്ഷേ അത് യൂസഫലിയെ പോലുള്ള ആളുകളെ കണ്ണീർ കുടിപ്പിച്ചുകൊണ്ടാണോ വേണ്ടത്? വല്ല 5 സെൻറ്റ് നേതാൻ വരുന്നവനെ നമ്മൾ പൂട്ടിക്കുന്നത് ശരിയാണ്, അവനെ ഓടിക്കുന്നത് ശരിയാണ്. റവന്യൂ ഓഫീസിൽ ഒരു പ്രാവശ്യം പോയോ പിന്നെ പോവില്ല. അത്ര രസകരമായ സ്വാഗതമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, അത്ര വലിയ സ്വീകരണമാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അലി മുതലാളിയെ പോലെയുള്ള സാധാരണക്കാർക്ക്, പാവങ്ങൾക്ക്, പട്ടിണി പാവങ്ങൾക്ക്, മഹാബലിയുടെ അവതാര പുരുഷനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇതുപോലൊരു ദുരനുഭവം ഉണ്ടാകുന്നത് ശരിയാണ്. മാത്രമല്ല ഹൈക്കോടതി ഈ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തണം. ഇനി റവന്യൂക്കാർ സമ്മതിച്ചാലും കോടതി സമ്മതിക്കട്ടെ. ഈ റിട്ട് ഹർജി ഹൈക്കോടതിയിൽ പെൻഡിംഗ് ആയിട്ട് 2-2.5 കൊല്ലമായി.
ഇതുവരെ അതിൻ്റെ അതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഹൈക്കോടതിയിൽ എത്ര കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അതുപോലെയാണോ യൂസഫ് അലിയുടെ കേസ്? അങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഹൈക്കോടതി ജഡ്ജിമാർ അതിനൊരു പ്രിയോറിറ്റി കൊടുക്കണ്ടേ? അതേ മഹാബലിയല്ലേ? ഈ വാമനന്മാരുടെ ഒപ്പം ഹൈക്കോടതി നിൽക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് ഇന്നത്തെ ദിവസമാണ് ഇത് ചർച്ച ചെയ്യാൻ ഏറ്റവും പറ്റിയ ദിവസം. അതാണ് ഞാൻ ഇന്ന് തന്നെ ഇത് പറയുന്നത്. അത്തച്ചമയമായ ഇന്നത്തെ ദിവസം നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ, മഹാബലിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദാനൈക തൽപരനായ യൂസഫ് അലി ഒരു 3 അടി മണ്ണിന് വേണ്ടി കേരള സർക്കാരിൻ്റെ മുമ്പിൽ, റവന്യൂ വകുപ്പിൻ്റെ മുമ്പിൽ കരഞ്ഞ് യാചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നത്, പാതാളത്തിലേക്ക് അല്ലെങ്കിൽ അബുദാബിയിലേക്ക് ചവിട്ടി താഴ്ത്തുന്നത് ശരിയാണോ എന്ന കാര്യം നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. പാർട്ടി നേതൃത്വം ആലോചിക്കണം, ഹൈക്കോടതി ആലോചിക്കണം. ഇനി ആരും ആലോചിച്ചില്ലെങ്കിലും മഹാനായ കേരള ചക്രവർത്തി പിണറായി സഖാവ് ആലോചിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഓണാശംസകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.